കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരിനാമകീർത്തനം. ശ്ലോകം 12. നക്ഷത്രപംക്തികളും ഇന്ദുപ്രകാശവുമൊളിക്കും ദിവാകരനുദിച്ചങ്ങുയർന്നളവു പക്ഷിഗണം ഗരുഡനെ കണ്ടു കൈതൊഴുതു രക്ഷിക്ക എന്നടിമ നാരായണായ നമ. അത് വേറൊരു വേർഷനിൽ രക്ഷിക്ക എന്നിടുമേ എന്നൊക്കെ ഒരു വേർഷൻ കേട്ടോ, രക്ഷിക്കണേ എന്ന് പറയണത്. രക്ഷിക്ക എന്നടിമ എന്നല്ലാതെ രക്ഷിക്ക എന്നിടുമേ ഉണ്ട്. അത് സാരില്ല, ഞാനിപ്പോൾ ഇതാണ് ഫോളോ ചെയ്യണത്. അപ്പോൾ അത് അങ്ങനെ ഒന്ന് ഒരു വേർഷൻ ഉണ്ടെന്ന് പറയണം. അപ്പം നമുക്ക് അർത്ഥം നോക്കാം. എന്താണ്? ദിവാകരൻ ഉദിച്ച് അങ്ങുയർന്ന അളവിൽ എന്നാണല്ലോ ആദ്യത്തെ, അല്ലെങ്കിൽ അളവ് എന്ന് പറഞ്ഞു. അപ്പോൾ അളവിൽ എന്നാണ് അർത്ഥം. അതായത് ദിവാകരൻ സൂര്യനാണല്ലോ. സൂര്യൻ ആകാശത്ത് ഉദിച്ചുയരുമ്പോൾ എന്നാണ് വാക്കിൻ്റെ അർത്ഥം. പക്ഷെ അതിൻ്റെ സൂക്ഷ്മമായിട്ടുള്ള അർത്ഥം എന്താ വെച്ചാൽ, ഇവിടെ സൂര്യൻ ആരാറിയോ? ജ്ഞാനസൂര്യൻ നമ്മുടെ ഹൃദയാകാശത്തിൽ ഉദിച്ചുയരുന്ന സമയത്ത് എന്നാണ് അർത്ഥം. ശരിക്ക് ദിവാകരൻ ഉദിച്ച് ഉയർന്ന അളവിൽ എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിക്കുമ്പോൾ. പക്ഷെ അതിനെ നമ്മൾ ആധ്യാത്മികമായിട്ടുള്ളൊരർത്ഥം എടുക്കുമ്പോൾ എന്തായിരിക്കും? ജ്ഞാനസൂര്യൻ ഹൃദയാകാശത്തിൽ ഉദിച്ചുയരുന്ന സമയത്ത് എന്താണ് പിന്നെ നക്ഷത്രക്കൂട്ടങ്ങളും. ഇവിടെ നക്ഷത്രക്കൂട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ സാധാരണ പിന്നെ ഉദിച്ചുയരുന്ന സമയത്ത് എന്താ ഉണ്ടാവുക? നക്ഷത്രക്കൂട്ടങ്ങളൊക്കെ എന്നാണ് പറയണത് വാക്കുകൊണ്ട്, ലിറ്ററൽ മീനിങ്. പക്ഷേ നക്ഷത്രക്കൂട്ടങ്ങൾ അല്ലെങ്കിൽ അഥവാ ഇവിടെ ഇന്ദ്രിയങ്ങളെയാണ് പറയണത് നക്ഷത്രക്കൂട്ടം. പിന്നെയോ ഇന്ദുപ്രകാശവും. അത് ഇന്ദുപ്രകാശം നിലാവ്, ചന്ദ്രൻ്റെ നിലാവ്. അഥവാ ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങളും. അതായത് ഈ പ്രപഞ്ചത്തിലത്തെ എല്ലാം ഇന്ദ്രിയങ്ങളുടെ വിഷയമല്ലേ? ഈ 5 ജ്ഞാനേന്ദ്രിയത്തിൻ്റെ വിഷയമാണല്ലോ എല്ലാം. അതായത് ശബ്ദം ചെവിയുടെ, എല്ലാ കാഴ്ചകളും കണ്ണിൻ്റെ, വാസന മൂക്കിൻ്റെ, സ്വാദ് നാവിൻ്റെ, സ്പർശസുഖം ത്വക്കിൻ്റെ, ഇതാണല്ലോ 5 ജ്ഞാനേന്ദ്രിയം. അപ്പോൾ അതിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം തന്നെ. ഇപ്പോൾ ഇന്ദ്രിയ വിഷയങ്ങൾ, അതാണ് നിലാവ് വെച്ചാൽ ഇന്ദ്രിയ വിഷയങ്ങളാണ്. ആ പ്രകാശവും നിലാവും, പ്രകാശം അതായത് ഇന്ദുപ്രകാശം വെച്ചാൽ നിലാവ്, അഥവാ ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങളായിട്ടുള്ള പ്രപഞ്ചവും എന്ത് മറയുന്നു, അപ്രത്യക്ഷമാവുന്നു എന്ന്. ഒളിക്കും എന്ന് പറഞ്ഞില്ലേ? ഒളിക്കും ചെന്ത അപ്രത്യക്ഷമാവും, അല്ലെങ്കിൽ നിഷ്പ്രഭമാവും, അല്ലെങ്കിൽ മറയുന്നു. പിന്നെയോ പക്ഷിഗണം എന്ന് പറഞ്ഞാൽ സാധാരണ പക്ഷികൾ എന്ന് പറഞ്ഞാൽ ഇവിടെ പഞ്ചപ്രാണങ്ങളാണ്. അതായത് ഓരോ വ്യക്തിയുടെയും പ്രാണൻ, വ്യക്തിമാരുടെ പ്രാണനാണ് പഞ്ചപ്രാണൻ, അല്ലെങ്കിൽ 10 പ്രാണൻ്റെ എന്നാണ് പറയുക. നമ്മൾ സാധാരണ പ്രാണൻ, അപാനൻ, വ്യാനൻ, സമാനൻ അല്ലേ, നമ്മൾ അങ്ങനെയല്ലേ പറയുക നമ്മൾ. പക്ഷേ പ്രാണായ സ്വാഹ, അപാനായ സ്വാഹ, വ്യാനായ സ്വാഹ, ഉദാനായ സ്വാഹ, സമാനായ സ്വാഹ എന്നൊക്കെ അല്ലേ പറയാം. അപ്പോൾ 5 പറയുക. പക്ഷേ ഇൻ ഡീറ്റെയിൽഡായിട്ട് പറയുമ്പോൾ 10 ഉണ്ട് കേട്ടോ. എനിക്ക് ആ പേര് ഓർമ്മയില്ല. 10 നമ്മൾ ഭാഗവതത്തിലൊക്കെ വന്നു. അത് 10 പ്രാണൻ്റെന്ന് വെച്ചോളൂ. അപ്പോൾ ഈ പക്ഷികളെ പറഞ്ഞാൽ ഈ 10 പ്രാണങ്ങൾ അല്ലെങ്കിൽ 5 പ്രാണങ്ങൾ ഗരുഡനെ കണ്ട്, ഈ പക്ഷികളുടെ രാജാവായിട്ടുള്ള ഗരുഡനെ കാണുമ്പോൾ മറ്റ് പക്ഷികൾ, ഗരുഡനെ അപേക്ഷിച്ച് നോക്കും മറ്റ് പക്ഷികൾക്കൊന്നും ഒരു ശക്തിയില്ല, അത്ര ശക്തിയുള്ള ആളല്ല ഗരുഡൻ. അപ്പോൾ ഗരുഡനെ കാണുമ്പോൾ മറ്റ് പക്ഷികൾ എന്ന പോലെ എന്ത് ഈ ജ്ഞാനസൂര്യ ഉദിക്കുമ്പോൾ ഈ പഞ്ചപ്രാണങ്ങൾ മുഖ്യപ്രാണനിൽ അടങ്ങും. അതായത് യൂണിവേഴ്സൽ പ്രാണൻ, ഈ സമഷ്ടി പ്രാണൻ. വ്യഷ്ടി എന്നാണ് ഇൻഡിവിജ്വൽ പ്രാണനെ പറയണത്. അപ്പോൾ വ്യഷ്ടി പ്രാണനുകൾ സമഷ്ടിപ്രാണൻ, അതിനാണ് മുഖ്യപ്രാണനും പറയും, അടങ്ങുന്നതോടെ രക്ഷിക്ക എന്നടിമ ഓർ രക്ഷിക്ക എന്നിടുമേന്നാവാം, രക്ഷിക്കണേ എന്ന് നാരായണായ നമ. അതായത് പക്ഷികൾ ഗരുഡനെ കാണുമ്പോൾ വേഗം കാൽക്കൽ അടിയറ പണഞ്ഞിട്ട് എന്നെ രക്ഷിക്കണേ പറയുന്ന പോലെയാണ് ഏത്
ഈ ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയ വിഷയങ്ങളും പഞ്ചപ്രാണനും ജ്ഞാനസൂര്യൻ ഉദിക്കുമ്പോൾ അടങ്ങും. അതാണിപ്പോൾ ഞാൻ അത് ചുരുക്കി പറയുമ്പോൾ, അതായത് എത്ര വേഗം പറക്കണ പക്ഷിയാണെങ്കിലും ഗരുഡനെ കണ്ടാൽ കാൽക്കൽ വീണ് തൊഴും. അത്രയധികം ശക്തിയുള്ള ആളാണ്. അതായത് അതിനൊരു ഒരു 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 ധ്വനിയും കൂടി ഉണ്ട്. എന്താ അറിയോ? നാരായണ എന്നുള്ള ഭഗവൻ നാമം ഉച്ചരിച്ചാൽ എന്ത് പാപമാണെങ്കിലും അതൊക്കെ നശിക്കും. ഏതുപോലെ? എത്ര വേഗം പറക്കുന്ന പക്ഷിയും ഗരുഡനെ കണ്ടാൽ കാൽക്കൽ വീണ് നമസ്കരിച്ച് പിന്നെ അടിയറ പണിയുന്ന പോലെയാണ്. എത്ര വലിയ പാപാണെങ്കിലും നാമം ജപിച്ചാൽ എന്താവും? അത് ഭഗവാനിൽ എരിയും. അതായത് പക്ഷികൾ ഗരുഡൻ്റെ കാൽക്കൽ അടിയറ പണിയുന്ന പോലെയാണ് പാപങ്ങൾ. ഭഗവാന്റെ കാൽക്കൽ അടിയറ പണിയെന്ന് പറഞ്ഞാൽ പാപങ്ങൾ നശിക്കും എന്നർത്ഥം. ഇനി നമുക്കിവിടെ ഈ അജ്ഞാനം അല്ലെങ്കിൽ ഭൗതിക ജ്ഞാനത്തിനെയും ആത്മജ്ഞാനത്തിനെയും പറ്റിയൊന്ന് പറഞ്ഞാൽ ഇത് കുറച്ചുകൂടി ഇതാവുന്നതാണ്. അപ്പോൾ വിദ്യ രണ്ട് തരമാണ്. ഒന്ന് പരാവിദ്യ, അതായത് പരമാത്മാവിനെ പറ്റിയുള്ള അറിവാണ് പരാവിദ്യ. അപരാവിദ്യ പറഞ്ഞാൽ മറ്റുള്ളതൊക്കെ, എല്ലാ ഭൗതിക ജ്ഞാനങ്ങളും അപരാവിദ്യയാണ്. പരാവിദ്യ എന്താണ്? ആത്മജ്ഞാനം. അപ്പോൾ പരാവിദ്യ പറഞ്ഞാൽ പരമമായിട്ടുള്ളതിനെ എനിക്കൊരു ഫോൺ വന്നാൽ ഞാൻ അതായത് പരാവിദ്യ എന്ന് പറഞ്ഞു വെച്ചാൽ പരമമായിട്ടുള്ളതിനെ അറിയണതാണ്. അത് പരമമായിട്ടുള്ളത് എന്താ? പരമാത്മാവ്. അതാണ് ആത്മജ്ഞാനം. അപരാവിദ്യ പറഞ്ഞാൽ ഈ പരമല്ലാത്തതൊക്കെ, ആത്മജ്ഞാനം ഒഴിച്ച് ബാക്കിയൊക്കെ ഭൗതിക വിഷയങ്ങളുടെ ജ്ഞാനാണ് അപരാവിദ്യ. അപ്പോൾ ഈ ശ്ലോകത്തിൽ നക്ഷത്രപംക്തികൾ, ഇന്ദുപ്രകാശം മുതലായ ഈ വാക്കുകൾ കൊണ്ട് വിവക്ഷിക്കുന്നത് എന്താ അറിയോ? അപരാവിദ്യയാണ്. അതായത് ഈ പ്രപഞ്ച വിഷയ സ്പർശമുള്ള എല്ലാ അറിവും, എല്ലാ ഭൗതിക വിജ്ഞാനവും അപരാവിദ്യയാണ്. അപ്പോൾ എന്താ വെച്ചാൽ അജ്ഞാനമാകുന്ന ഇരുട്ടിൽ ഈ പ്രപഞ്ചജ്ഞാനം ഉണ്ടല്ലോ, ഭൗതിക വിജ്ഞാനമൊക്കെ നല്ലോണം പ്രകാശിക്കും. നമ്മളെ ജ്ഞാനം ഉദിക്കാത്തോടത്തോളം കാലം ഈ ഭൗതിക വിജ്ഞാനങ്ങളൊക്കെ നല്ലോണം പ്രകാശിക്കും. പക്ഷേ ജ്ഞാനസൂര്യൻ ഉദിച്ചുയർന്നാലോ അതൊക്കെ അപ്രത്യക്ഷമാവും, അല്ലെങ്കിൽ അപ്രസക്തമാവും. അവിടെ തന്നെ ഉണ്ടെങ്കിലും, ആ അറിവൊക്കെ അവിടെ ഉണ്ടെങ്കിലും, ഈ പക്ഷികളും നക്ഷത്രപംക്തികളും ചന്ദ്രനൊക്കെ അവിടെ ഉണ്ടെങ്കിലും സൂര്യൻ ഉദിച്ചാൽ അപ്രസക്താവില്ലേ, അല്ലെങ്കിൽ നിഷ്പ്രഭാവില്ലേ? അതുപോലെ ജ്ഞാനസൂര്യൻ ഉദിച്ചാൽ നമ്മുടെ ഭൗതിക വിജ്ഞാനം മുഴുവൻ അവിടെ ഉണ്ടാവുമെങ്കിലും സൂര്യ വെളിച്ചത്തിൽ മറഞ്ഞു പോയ പോലെ നിഷ്പ്രഭം ആവും എന്നാണ്. ഈ ജ്ഞാനസൂര്യൻ ഉദിച്ചുയർന്നാൽ അപരാവിദ്യ മുഴുവൻ അപ്രത്യക്ഷമാവുന്നു പറയണ്ട നമുക്ക്, അപ്രസക്തവും നിഷ്പ്രഭവും. പിന്നെ അതിനൊന്നും ഒരു വിലയില്ല. കാരണം ഞാനല്ലാതെ രണ്ടാമതൊന്നില്ല. ആ ഞാൻ തന്നെയാണ്, ആ ശക്തിയാണ് ഞാൻ അങ്ങോട്ട് തോന്നിയിൽ അനുഭവമാവണം വെച്ചിട്ടോ. ഞാൻ ആ ബ്രഹ്മം തന്നെയാണ്, അല്ലെങ്കിൽ അഖണ്ഡബോധ സ്വരൂപമാണ്, ഇവിടെ അല്ലാതെ വേറൊന്നില്ല എന്നുള്ള അനുഭവം ആവണതാണ് ജ്ഞാനസൂര്യ ഉദിക്കുക പറയണേ. ആ ജ്ഞാനസൂര്യ ഉദിച്ചാൽ പിന്നെ ഭൗതിക വിജ്ഞാനം അല്ലെങ്കിൽ അപരാവിദ്യയ്ക്ക് പ്രസക്തിയില്ല, അപ്രസക്താവും നിഷ്പ്രഭാവും. പിന്നെ മറ്റൊരു ഉദാഹരണമാണ് എന്ത് പറഞ്ഞത്? പക്ഷിക്കൂട്ടം ഗരുഡനെ കുമ്പിട്ട് സ്വയം ശരണാഗതി അടയണത് പറഞ്ഞുവല്ലോ, അത് വേറൊരു ഉദാഹരണം. അതായത് പക്ഷിക്കൂട്ടം അപരാവിദ്യയാണ് അപരാവിദ്യയുടെ പ്രതീകമാണ് പക്ഷിക്കൂട്ടം. ഗരുഡനോ ജ്ഞാനസൂര്യനായിട്ടുള്ള പരാവിദ്യയുടെ. അതായത് എങ്ങനെ അറിയോ? ഇപ്പോൾ ഇരുട്ടിൽ നക്ഷത്രങ്ങളുടെയും ചന്ദ്രൻ്റെയും വെളിച്ചം നമുക്ക് കുറച്ചൊക്കെ സഹായമാവും. പക്ഷെ ഒരു കാര്യം ആലോചിക്കണം, നമ്മളെ ഇരുട്ടിൽ നക്ഷത്രങ്ങളുടെയും ചന്ദ്രൻ്റെയും വെളിച്ചം കുറച്ചൊക്കെ സഹായമാണല്ലോ നമുക്ക്, നല്ല ഇരുട്ടത്തെ. പക്ഷേ വേണ്ടത്ര പ്രകാശം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ വെളിച്ചത്തിൽ
നല്ല വെളിച്ചമല്ലാത്തതുകൊണ്ടേ നമുക്ക് അങ്ങനത്തെ വെളിച്ചത്തിലൊരു കുഴപ്പമുണ്ട്. കയറിനെ കണ്ട് പാമ്പായി ധരിച്ച് പേടിക്കാം. പിന്നെ ഒരു മരക്കുറ്റി കണ്ടിട്ട് നമുക്ക് ചിലപ്പോൾ ഒരു ആളാണെന്ന് ധരിച്ച് ഓടി പേടിച്ചോടാം, അല്ലെങ്കിൽ പേടിക്കാം. നേരെ തിരിച്ചു ആവാട്ടോ. എന്ത്, ഒരു പാമ്പിനെ കണ്ട് കയറാണെന്ന് വിചാരിച്ച് അതിനെ പോയി എടുത്താൽ ആപത്തായില്ലേ, തെറ്റിദ്ധരിക്കാം. അപ്പോൾ സൂര്യൻ ഉദിച്ചാൽ പിന്നെ നമുക്ക് കൃത്യമായിട്ട് കാണാം അത് കുറ്റിയാണെന്നും കയറാണെന്നോ പാമ്പാണെന്നോ കയറാണെന്നോ മനസ്സിലാവുമല്ലോ. അപ്പോൾ അത് നമ്മൾ ആലോചിക്കണം. ഇരുട്ടിൽ നക്ഷത്രങ്ങളെയും ചന്ദ്രനെയും, അതായത് ഭൗതിക വിജ്ഞാനം ഒട്ടും നന്നല്ല എന്നല്ല, ചീത്തയെന്നല്ല. പക്ഷേ ഭൗതിക വിജ്ഞാനം കൊണ്ട് നമുക്ക് എപ്പോഴും ആ ഉള്ള ആനന്ദം കിട്ടാൻ ഒരിക്കലും സാധ്യമല്ല. ഭൗതിക വിജ്ഞാനം ഉപയോഗിച്ചിട്ട് നമുക്ക് അബദ്ധങ്ങളും പറ്റാം. ഈ പറയുന്ന പോലെ പാമ്പിനെ കയറാമെന്ന് വിചാരിച്ച് പോയി പിടിക്കുക, അല്ലാച്ചാൽ തന്നെ നമുക്ക് സുഖം ഉണ്ടായിന്ന് വെച്ചോളൂ. പക്ഷെ അതൊന്നും ശാശ്വതമല്ലേ. അപ്പോൾ ഭൗതിക വിജ്ഞാനം കൊണ്ടുണ്ടാവണ കിട്ടുന്ന സുഖം ഒട്ടും ശാശ്വതമല്ല. ആപത്തുകൾ ചെന്ന് പെടാം, അത് വേറെ കാര്യം. പക്ഷേ പരാവിദ്യ കൊണ്ട് കിട്ടുന്ന ആ ആനന്ദം ഉണ്ടല്ലോ, അത് ഇറ്റേണലാണ്. ഇനി പരാവിദ്യം അപരാവിദ്യം നല്ല തന്നെയാണ് കേട്ടോ. പക്ഷേ പരാവിദ്യയാണ് ആത്മസാക്ഷാത്കാരത്തിന് ഉപയോഗമാവുള്ളൂ. ഇപ്പം അപരാവിദ്യ അരുതെന്നല്ല, ഭൗതികമായിട്ടുള്ള ജ്ഞാനമൊക്കെ വിരോധമൊന്നുമില്ല. പക്ഷെ നമുക്ക് ഈ ജനന മരണ ചക്രത്തിൽ നിന്ന് മോചനം വേണമെങ്കിൽ പരാവിദ്യ തന്നെ വേണം. ആത്മസാക്ഷാത്കാരത്തിൽ അത് മാത്രമേ പ്രയോജനപ്പെടൂ. അപരാവിദ്യ ഇന്ദ്രിയങ്ങളെ പുറത്തേക്ക് തിരിച്ചുണ്ടാക്കണതാണ്. ആലോചിച്ച് നോക്കൂ, ഇന്ദ്രിയങ്ങളെയെല്ലാം പ്രപഞ്ച വിഷയങ്ങളിലേക്ക് തിരിച്ച് കിട്ടുന്ന ജ്ഞാനമാണ് അപരാവിദ്യ, അല്ലെങ്കിൽ ഭൗതിക വിജ്ഞാനം. പക്ഷെ പരാവിദ്യ അങ്ങനെയല്ല. ഇന്ദ്രിയങ്ങളെ ഉള്ളിലേക്ക് തിരിച്ച് സത്യാന്വേഷണം നടത്തുമ്പോൾ ഇന്ദ്രിയങ്ങൾക്ക് അതീതമായി സ്ഥിതി ചെയ്യുന്ന ആ ജ്ഞാന സൂര്യനെ ലഭിക്കലാണ് ഏത്, പരാവിദ്യ. അപ്പോൾ എല്ലാ നക്ഷത്രങ്ങളും അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളും ആ സൂര്യപ്രകാശം കൊണ്ട് പ്രകാശിക്കുന്നതാണെന്ന് മനസ്സിലാവും നമുക്ക്. ഈ പരാവിദ്യ ഉണ്ടാവുമ്പോൾ ഈ ഭൗതിക വിജ്ഞാനത്തിൻ്റെയൊക്കെ പിന്നിലുള്ള ജ്ഞാനം ഏതാണെന്ന് നമുക്ക് മനസ്സിലാവും. നമ്മൾ പറഞ്ഞില്ലേ, കഴിഞ്ഞ ഏതോ ഒരു ശ്ലോകത്തിൽ പറഞ്ഞുവല്ലോ, നമ്മൾ കണ്ണ് പ്രപഞ്ചത്തിനെ കാണുന്നു. ആ കണ്ണെന്നുള്ള ഉപകരണം. പക്ഷെ ആ കണ്ണിൻ്റെ പിന്നിലത്തെ കണ്ണാണ് മനസ്സ്. ആ മനസ്സിനെയും പ്രകാശിപ്പിക്കുന്നതാണ് പരമാത്മാവ്. അതുപോലെയാണ് അത് നമുക്ക് മനസ്സിലാവും. എന്താ അറിയോ, നക്ഷത്രങ്ങളെ പ്രകാശിപ്പിക്കുന്നത് സൂര്യനല്ലേ. നക്ഷത്രങ്ങളെ ശരിയാണ്, രാത്രി കുറച്ച് ഉപകാരമുണ്ട്, പക്ഷെ ചന്ദ്രനെ കൊണ്ടൊക്കെ. പക്ഷെ അതിന് പ്രകാശം കൊടുക്കുന്ന ആളാരാണ്, സൂര്യൻ. അതുപോലെ നമ്മളെ ഇന്ദ്രിയങ്ങളെ പ്രകാശിപ്പിക്കുന്ന, മനസ്സിനെ പ്രകാശിപ്പിക്കുന്നത് പരമാത്മ ചൈതന്യമാണെന്ന് നമുക്ക് അറിയുന്ന മാത്രമല്ല അനുഭവമാവും. ഞാൻ ആ പരമാത്മ ചൈതന്യം തന്നെയാണ് എന്നുള്ള അനുഭവം ഉണ്ടാവും. അതാണ് ശരിക്കുള്ള ആത്മാനുഭവം അല്ലേ. അതാണ് ശരിക്കുള്ള പരാവിദ്യ ലഭിക്കൽ. ഞാൻ ആത്മാവാണെന്ന അനുഭവമാവൽ, അതാണ് ജ്ഞാനം. അപ്പോൾ സൂര്യനും ഗരുഡനും പരമാത്മാവിൻ്റെ അല്ലെങ്കിൽ ബ്രഹ്മത്തിൻ്റെ അല്ലെങ്കിൽ അഖണ്ഡബോധസ്വരൂപത്തിൻ്റെ പ്രതീകങ്ങളാണ് ആയിട്ടാണ് എഴുത്തച്ഛൻ ഇവിടെ ഗരുഡനെയും സൂര്യനെയും പറഞ്ഞിരിക്കുന്നത്. വെറും ലിറ്ററൽ മീനിങ് അല്ലാതെ എടുക്കുകയാണെങ്കിൽ, വാക്കിൻ്റെ അർത്ഥം അല്ലാതെ എടുക്കുക വെച്ചാൽ സൂര്യനും ഗരുഡനും ഇവിടെ പരമാത്മാവിൻ്റെ പ്രതീകമാണ്. മറ്റ് പക്ഷികളും അതൊക്കെ പറഞ്ഞില്ലേ, അതൊക്കെ ഈ ആദിനാരായണന് അധീനരായിട്ടുള്ള മറ്റ് ദേവതകളാണെന്ന് വേണമെങ്കിൽ പറയാം. ഈ ആദിനാരായണൻ അല്ലെങ്കിൽ മറ്റ് ദേവതകളൊന്നുമില്ല. കാരണം ഓർമ്മയുണ്ടോ, അതാദ്യം ഞാൻ പറയേണ്ടി, പക്ഷേ അത് നമ്മൾക്ക് ഓർമ്മയുണ്ടോ, അത് ഞാൻ അടുത്ത പോയിൻ്റ് പറയുമ്പോൾ പറയാം. അപ്പോൾ ആദിനാരായണന് അധീനരായിട്ടുള്ള ദേവതകളാണ്, അല്ലെങ്കിൽ ചൈതന്യം ഈശ്വരാംശമുള്ള ദേവതകളാണ് പക്ഷികൾ
പിന്നെ എന്താണ് ഇതും നക്ഷത്രങ്ങളും ഇന്ദുവും ചന്ദ്രനെന്നൊക്കെ പറയാം. പക്ഷേ ശരിക്ക് ആ ബ്രഹ്മത്തിൻ്റെ പ്രതീകങ്ങളില്ലെങ്കിൽ പിന്നെ ഇതൊന്നുമില്ല, ഇതിനൊന്നും പ്രസക്തി ഇല്ല എന്ന് വന്നൂല. ഇനി നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞല്ലോ, ചിത്രഗുപ്തൻ എത്ര കുറ്റങ്ങൾ കണ്ടാലും നമ്മൾക്ക്, എത്ര പാപം കണ്ടാലും, എത്ര പാപങ്ങൾ വിലയിരുത്തിയാലും ഭഗവാന്റെ തുണയാകുന്ന ആ സൂര്യപ്രകാശത്തിൽ അതൊക്കെ വായിക്കാനും കൂടി പറ്റാത്ത നിഷ്പ്രഭവും. ഭഗവാന്റെ തുണ ഉണ്ടാച്ചോട്ടെ, ചിത്രഗുപ്തൻ എത്ര കണക്ക് എഴുതി വെച്ചാലും അതൊക്കെ നിഷ്പ്രഭാവും, അതൊന്നും തുടച്ച് മാറ്റപ്പെടുന്ന. പിന്നെ ശരിക്ക് അതിലേക്ക് വരണേ ആദ്യം മുഖ്യപ്രാണനിലേക്കൊക്കെ. പരാവിദ്യ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ? അതായത് ആ പരമാത്മാവിനെ പറ്റിയുള്ള അറിവല്ലേ. വസ്തു ഒന്നേ ഉള്ളൂ, രണ്ടാമതൊന്നില്ലാത്ത അദ്വൈത ശക്തി മാത്രമേ ഉള്ളൂ ഇവിടെ. അതും ആ അദ്വൈത ശക്തി തന്നെയാണ് ഞാൻ എന്നുള്ളതാണ് പരാവിദ്യ. ആത്മസാക്ഷാത്കാരം ലഭിച്ചാൽ പിന്നെ ഈ ജഡമായിട്ടുള്ള ഇന്ദ്രിയങ്ങൾക്ക് പ്രപഞ്ചത്തിലത്തെ അനുഭവങ്ങളൊന്നും അനുഭവിക്കാനുള്ള ആഗ്രഹവും കഴിവും ഇല്ലാണ്ടേ ഉത്രേ. നമുക്ക് ആ ശരിക്കുള്ള ഞാൻ ആത്മാവാണെന്ന് അങ്ങോട്ട് നമുക്ക് അനുഭവമായ പിന്നെ ഈ ജഡമായിട്ടുള്ള ഇന്ദ്രിയങ്ങൾക്ക് ഈ പ്രപഞ്ചത്തിലെ അനുഭവങ്ങളെ അനുഭവിക്കാനുള്ള കഴിവന്നെ ഇല്ലാണ്ടാവും എന്നാണ് പറയണത്. ഈ ജ്ഞാനസൂര്യൻ ഉദിക്കുന്നതോടുകൂടി പ്രപഞ്ചം സത്യമല്ല, വെറും സ്വപ്നം പോലെയാണെന്ന് ബോധ്യവും. പക്ഷേ ആ ജ്ഞാനം ഉദിക്കണവരെ, അല്ലെങ്കിൽ ജ്ഞാനം ഉദിച്ച് അനുഭവമാകുന്നത് വരെ ഞാൻ ആ പരമാത്മാവ് തന്നെയാണ്, അഖണ്ഡ ബോധസ്വരൂപമാണെന്ന് നമുക്ക് ബോധ്യമാകുന്നത് വരെ പ്രപഞ്ചം മിഥ്യല്ല. അതുകൊണ്ടാണ് നമുക്ക് പ്രയാസേ. ബ്രഹ്മസത്യം ജഗൻ മിഥ്യ പറയുമ്പോൾ, ജഗൻ മിഥ്യ പറഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് ഭയങ്കരമായിട്ട് തോന്നുന്നുണ്ട് സത്യമാണ് നമ്മൾ അനുഭവിക്കണു ഇല്ലേ. വേദനകളും ദുഃഖങ്ങളും എല്ലാം നമ്മൾ കാണുന്നു, എല്ലാം ചെയ്യണു. അപ്പോൾ എങ്ങനെയപ്പോൾ ഇത് മിഥ്യ പറഞ്ഞാൽ ശരിയാ? മിഥ്യല്ല. ഞാൻ ഉദിക്കുന്നത് വരെ, ഞാൻ ആ പരമാത്മസ്വരൂപം തന്നെയാണെന്ന് അനുഭവമാകുന്നത് വരെ ഇത് മിഥ്യല്ല. പക്ഷേ ദ മോമെൻറ്റ് നമുക്ക് ആ ആത്മജ്ഞാനം തെളിഞ്ഞാൽ ഇത് വെറും സ്വപ്നം പോലെയാണെന്ന് തോന്നും എന്നാണ് ജ്ഞാനികൾ പറയണത്. നമുക്കത് അനുഭവമാവണ വരെ നമുക്ക് ഇത് മിഥ്യല്ല എന്ന് വിശ്വസിക്കാൻ വളരെ വിഷമമാണ്. അപ്പോൾ അങ്ങനെ ജ്ഞാനം ഉദിച്ചാൽ പ്രപഞ്ചത്തെ മുഴുവൻ ബ്രഹ്മമായിട്ട് കാണേ. ബ്രഹ്മല്ലാണ്ട് ഇവിടെ ഒന്നുമില്ല. അപ്പോൾ ഇന്ദ്രിയങ്ങളും വിഷയസുഖങ്ങളൊക്കെ വെറും മിഥ്യാണ് എന്ന് ബോധിക്കുമല്ലോ അങ്ങനെയുള്ള ഒരാൾക്ക്. ഇനി വേറൊരു കാര്യം കൂടി ഇവിടെ പറയാനുള്ളത് എന്താ വെച്ചാൽ, ആ മുഖ്യപ്രാണൻ എന്ന് പറഞ്ഞില്ലേ, അതും കൂടിയും പറയുക വെച്ചാൽ, സൃഷ്ടിയും സംഹാരവും ഭാഗവതത്തിൽ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. അതെ, സൃഷ്ടിയും സംഹാരവും ശരിക്ക് സൃഷ്ടി ഏത് ഓർഡറിലാണ് വർദ്ധിക്കണേ, അതേ ആ റിവേഴ്സ് ഓർഡറിലാണ് സൃഷ്ടി നശിക്കണതും, അല്ലെങ്കിൽ സംഹാരത്തിൻ്റെ സമയത്ത്. എങ്ങനെയാണ് സൃഷ്ടിയുടെ സമയത്ത് ഒന്നിൽ നിന്നൊന്നുണ്ടായി ഉണ്ടായി 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 നമ്മൾ ഈ പ്രപഞ്ചം ആയിത്തീരണത്? പ്രപഞ്ചം നശിക്കുന്ന സമയത്തും റിവേഴ്സ് ഓർഡറിൽ തിരിച്ചു പോയി 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 അവസാന അദ്വൈത ശക്തി മാത്രമാവും. അതായത് ഓർമ്മിക്കുകയാണ് നമ്മളെച്ചാൽ, നമ്മൾ പറഞ്ഞുല്ലോ ബ്രഹ്മം പരമാത്മ ചൈതന്യം തന്നെയുള്ള അവസ്ഥ, മായൊക്കെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുകയാണ്, ഒന്നും ആക്റ്റീവല്ല. ഭഗവാൻ മാത്രം, അല്ലെങ്കിൽ ഭഗവാനോ അദ്വൈത ശക്തിന്നോ അഖണ്ഡബോധ സ്വരൂപം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോഴാണ് ഈ മായയ്ക്ക് ഭഗവാൻ എനർജി കൊടുക്കും. അപ്പം മായ ഒരു ആവരണം ചെയ്യും, അതിനെ മായാമറ ഉണ്ടാക്കും. അപ്പോഴാണ് നമ്മൾ പറഞ്ഞ അവ്യക്തം ഒരു മൂലപ്രകൃതി എന്ന് പറയണത് അതിനെയാണെന്ന് പറഞ്ഞു നമ്മൾ. ആ ആക്റ്റീവായാൻ തുടങ്ങണ ആ പ്രകൃതി ഉണ്ടല്ലോ, അതാണ് മൂലപ്രകൃതി പറഞ്ഞു. പിന്നെയാണ് നമ്മൾ പറഞ്ഞ ആ മായയുടെ, അല്ലെങ്കിൽ മൂലപ്രകൃതി എന്നോ മായ എന്നോ പറയാം, ആ മായ സ്പന്ദിച്ചിട്ട് ആ ഊർജം ഒരു വെണ്ണ പാലിൽ നിന്ന് പിരിയുന്ന പോലെ ഒരു മഹത്തത്വം ഉണ്ടാവും. അതിനെയാണ് മുഖ്യപ്രാണൻ എന്ന് പറയുന്നത്. അതായത് ഫസ്റ്റ് എനർജി ആയിട്ട് തീരണത്.
ആദ്യമായിട്ട് എനർജി ആയിട്ട് ഭഗവാൻ കൊടുക്കണ എനർജി തന്നെ, അത് എനർജി ആയിട്ട് അങ്ങോട്ട് നിൽക്കണതാണ് ഏത് മഹത്തത്വം, അല്ലെങ്കിൽ ആ പിന്നെ എനർജി പ്രിൻസിപ്പിൾ എന്നോ എന്താ വെച്ചാൽ പറയാതിന് അതിനെയാണ് ഇവിടെ മുഖ്യപ്രാണൻ എന്ന് പറഞ്ഞത്. അതായത് യൂണിവേഴ്സൽ പ്രാണൻ, ഈ യൂണിവേഴ്സിൻ്റെ മുഴുവൻ പ്രാണനായി നിൽക്കുന്ന മഹത്തത്വം. പിന്നെ എന്താണ് മഹത്വത്വത്തിന് അഹംബോധം ഉണ്ടായി, ഞാൻ എക്സിസ്റ്റ് ചെയ്യണമെന്ന്. പിന്നെ അഹംബോധം അഹങ്കാരമായി, അതായത് ഞാൻ എൻ്റെ എന്നും കൂടി വന്നു, ഞാൻ മാത്രമല്ല എൻ്റെ. അത് കഴിഞ്ഞ് ആ അഹങ്കാരം നമ്മൾ മൂന്നായി പിരിഞ്ഞു എന്ന് പറഞ്ഞു. സാത്വികാഹങ്കാരം, രാജസാഹങ്കാരം, താമസാഹങ്കാരം. ആ സാത്വികാഹങ്കാരത്തിൽ നിന്ന് ഇന്ദ്രിയങ്ങളുടെ അധിഷ്ഠാന ദേവതകളും അന്ധക്കരണവും ഉണ്ടായി എന്ന് പറഞ്ഞു. ഇന്ദ്രിയങ്ങളുടെ അധിഷ്ഠാന ദേവതകൾ പറഞ്ഞാൽ മനസ്സിൻ്റെ ചന്ദ്രൻ അങ്ങനെ ഉണ്ടല്ലോ, കണ്ണിൻ്റെ സൂര്യൻ, അങ്ങനത്തെ അധിഷ്ഠാന ദേവതകളും 10 ഇന്ദ്രിയങ്ങളുടെ. പിന്നെ ഈ അന്ധക്കരണം ഉണ്ടായി, മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം. അങ്ങനെ 14 കാര്യങ്ങൾ ഇതിന്നുണ്ടായി സാത്വികാഹങ്കാരത്തിന്. രാജസാഹങ്കാരത്തിന് 10 ഇന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയവും 5 ജ്ഞാനേന്ദ്രിയവും ഉണ്ടായി. പിന്നെ ഈ ദൃശ്യപ്രപഞ്ചം മുഴുവൻ ഉണ്ടായത് താമസാഹങ്കാരത്തിൽ നിന്നാണ്. നമ്മൾ പറഞ്ഞുല്ലോ, ശബ്ദസ്പർശ രൂപരസഗന്ധം 5 തന്മാത്രകൾ അല്ലെങ്കിൽ സട്ടിൽ എലിമെൻറ്റ്സ്. പിന്നെ ഗ്രോസ് എലിമെൻറ്റ്സ് ആയിട്ടുള്ള ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി, അല്ലേ? അങ്ങനെയാണ് ഉണ്ടായത്. അപ്പം നമ്മൾ തിരിച്ച് സംഹാരത്തിൻ്റെ സമയത്ത് എങ്ങനെയാ വെച്ചാൽ, ഗന്ധം ഭൂമിയിൽ ലയിക്കും, ഭൂമി രസത്തിൽ ലയിക്കും, രസം ജലത്തിൽ ഭൂമി ജലത്തിൽ ജയിക്കും, ജലം രസത്തിൽ ലയിക്കും. അതായത് സട്ടിൽ എലിമെൻറ്റിൽ ലയിക്കുകയാണ് ഓരോന്നേ. പിന്നെ രസം, പിന്നത്തെ ഗ്രോസ് എലിമെൻ്റ് ഏതാണ്? അഗ്നിയിൽ ലയിക്കും. അഗ്നി രൂപം, അഗ്നിയുടെ സട്ടിൽ എലിമെൻറ്റ് രൂപമാണ്. രൂപം വായുവിൽ ലയിക്കും, വായു സ്പർശത്തിൽ ലയിക്കും, സ്പർശം ആകാശത്തിൽ ലയിക്കും, ആകാശം ശബ്ദത്തിൽ ലയിക്കും, ശബ്ദം താമസാഹങ്കാരത്തിൽ ലയിക്കും. പിന്നെ ഈ എല്ലാ അഹങ്കാരങ്ങളും മറ്റേ അഹങ്കാരത്തിൽ ലയിക്കും. അഹങ്കാരം അഹംബോധത്തിൽ ലയിക്കും, അഹംബോധം മഹത്തത്വത്തിൽ ലയിക്കും, മഹത്തത്വം പിന്നെ അങ്ങനെ ഭഗവാനിൽ ലയിക്കും, മായോടുകൂടി ഭഗവാനിൽ ലയിക്കും. അപ്പോൾ ഈ മഹത്തത്വത്തിനെയാണ് മുഖ്യപ്രാണൻ എന്ന് പറഞ്ഞത്. എന്നാൽ അത് സമഷ്ടി, അതായത് യൂണിവേഴ്സൽ സമഷ്ടി പ്രാണൻ. ഇനി വെഷ്ടി, അതായത് ഓരോ വ്യക്തികളുടെയും പ്രാണനെ നമുക്ക് പഞ്ചപ്രാണെന്നോ ദശപ്രാണെന്നോ പറയുകയാണെന്ന് വെച്ചാൽ, ഇതിലിപ്പോൾ എന്താ പറഞ്ഞ വെച്ചാൽ, എപ്പോഴാണ് നമ്മൾ ഈ പഞ്ചപ്രാണങ്ങൾ ആ മുഖ്യപ്രാണനിൽ അല്ലെങ്കിൽ മഹത്തത്വത്തിൽ ലയിക്കുന്നത്, അപ്പോൾ നമുക്ക് ജ്ഞാനോദിച്ചു. അതായത് ഈ മുഖ്യപ്രാണ സാക്ഷാത്കാരം കിട്ടുമ്പോൾ നമുക്ക് ആത്മജ്ഞാനം അനുഭവമാവുന്നു, അല്ലെങ്കിൽ സത്യബോധം വരുന്നു. ആ മായാമറ പിന്നെ നമ്മളെ ബോധറിയണില്ല, മായാമറ അതോടെ നീങ്ങുന്നു. നമുക്ക് എപ്പോഴാണ് ഈ ബാക്കി പ്രാണനുകൾക്ക് മുഖ്യപ്രാണനിൽ സാക്ഷാത്കാരം കിട്ടുന്നത്, അപ്പോൾ നമുക്ക് ആത്മസാക്ഷാത്കാരമായി, അല്ലെങ്കിൽ മായാമറ മാറി. മുഖ്യപ്രാണൻ പ്രപഞ്ചപ്രാണനാണേ. അപ്പോൾ മറ്റേത് വെഷ്ടിപ്രാണനാണ് ഈ നമ്മൾ കുഞ്ഞു പ്രാണനെ. അപ്പം ആ വെഷ്ടിപ്രാണൻ ആ മുഖ്യപ്രാണനിൽ ലയിച്ചാൽ മതി, നമ്മുടെ എല്ലാ പിന്നെ ഈ പ്രപഞ്ച അനുഭവം തീർന്നു, നമുക്ക് ആത്മജ്ഞാനം കിട്ടി, ആത്മസാക്ഷാത്കാരം. അപ്പോൾ ഈ വെഷ്ടിപ്രാണങ്ങളെയാണ് അവിടെ പക്ഷിക്കൂട എന്ന് പറയുന്നത്. ഗരുഡനോ മുഖ്യപ്രാണനും. അങ്ങനെയാണ് ഇതിൽ പറഞ്ഞത്. അപ്പോൾ ഇതിൽ ശരിക്കും പറയാച്ചാൽ വാക്കിൻ്റെ അർത്ഥം പറയുമ്പോൾ എന്താ, ഒന്നുമില്ല അല്ലേ? പിന്നെന്താണ്, നക്ഷത്രങ്ങളും ചന്ദ്രനും ഒക്കെ സൂര്യൻ ഉദിച്ചാൽ നിഷ്പ്രഭാവണു, നമുക്കറിയാം, അവിടെ ഉണ്ടെന്നറിയാം, നിഷ്പ്രഭാവണു. പിന്നെയോ എത്ര വേഗമുള്ള പക്ഷിയായാലും ഗരുഡനെ കാണുമ്പോൾ ഒരു വേഗതയില്ലാത്തതാണ്. അപ്പോൾ അവരൊക്കെ ഗരുഡൻ്റെ കാൽക്കൽ വീഴും. അതായത് എല്ലാം ഭഗവാനിലങ്ങോട്ട് നമ്മൾ താതാത്മ്യം പ്രാപിച്ചാൽ പിന്നെ ബാക്കിയെല്ലാം നമ്മുടെ പാപങ്ങളും നശിക്കും, അല്ലേ? അതായത് പക്ഷികൾ ഗരുഡൻ്റെ കാൽക്കൽ അടിയറ പണിയുന്നത് പോലെയും, നക്ഷത്രങ്ങളും ഇന്ദുവും സൂര്യപ്രകാശത്തിൽ നിഷ്പ്രഭാകുന്ന പോലെയും ഭഗവാനിൽ നമ്മൾ ലയിച്ചാൽ പിന്നെ ഈ പ്രപഞ്ചം മിഥ്യയാണെന്ന് നമുക്ക് മനസ്സിലാവും. അതാണ്
ഇതുകൊണ്ട് പറഞ്ഞത്. അപ്പം ഞാൻ അതൊന്നും കൂടിയും ചൊല്ലി നമുക്കിവിടെ നിർത്താം. നക്ഷത്രപംക്തികളും ഇന്ദുപ്രകാശവുമൊളിക്കും ദിവാകരനുദിച്ചങ്ങുയർന്നളവും പക്ഷീഗണം ഗരുഡനെ കണ്ടു കൈതൊഴുതു രക്ഷിക്ക എന്നടിമ നാരായണായ നമ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം.